ഫിഫാസ് ക്രാഫ്റ്റ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഓരോ എംബ്രോയ്ഡറി ആയിട്ട് പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണത്: ഒരു പെൻസിൽ, ഒരു സ്കൈല്, ഒരു കോട്ടൺ തുണി, പിന്നെ നമ്മൾ ആ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അവിടെ ഉണ്ടാവും ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു പെൻസിലും അതിൻ്റെ ബട്ടൺസ് ഇവിടെയുള്ള ആ ഒരു സ്ക്രൂ അത് നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ളതുണ്ട് പോരും. അത് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം. തുണിയുടെ അടിയിലാണ് നമ്മൾ ആ ഉള്ളിലുള്ളത് വെച്ച് കൊടുത്ത് മുകളിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യും കേട്ടോ. നോക്കിക്കോളൂ, ഇതിങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് മുറുക്കി കൊടുക്കുക, നല്ലോണം മുറുക്കി കൊടുക്കുക. ഞാൻ പിന്നെ ഈ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കല്യാണശേഷമാണ് ഇത് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ളത്, എംബ്രോയ്ഡറി പഠിക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ 2 വർഷം പോയിട്ട് പഠിച്ചെടുത്തതാണിത് കേട്ടോ. അപ്പോൾ എനിക്കതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയുന്ന ഒരറിവ് മറ്റുള്ളവർക്കും കൂടി പകർന്ന് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്നിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്യാൻ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. ഓരോ സ്റ്റിച്ച് നമുക്ക് വര തെറ്റിപ്പോവാതെ നമുക്ക് വരക്കാൻ എളുപ്പത്തിന് നമ്മൾ സ്കൈലും പെൻസിലും വെച്ചിട്ട് വരക്കുന്ന ഒരു സൂചി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. ഒരു നൂലെടുത്തിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നൂലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂചിയിൽ കോർക്കാൻ കുറച്ച് പാടുണ്ട്, കാരണം ഇത് കുറച്ച് കുഞ്ഞ സൂചിയാണ് കേട്ടോ. എന്നാലും ഞാനത് 2-3 വട്ടമൊക്കെ ശ്രമിച്ച് കോർത്തു കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് കോർത്തു കേട്ടോ. അപ്പം ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ശരിയായ രീതി നിങ്ങൾ വീഡിയോയിൽ നോക്കി കണ്ട് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ അടിയിൽ കെട്ടിട്ടിട്ടാണ് തുടങ്ങുന്നത്. അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ആ ലൈന് ആ ലൈന് അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തുക കണ്ട. എന്നിട്ട് നമ്മളത് സാധാ നമ്മളിങ്ങനെ തുന്നും പോലെ കണ്ട. വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ സ്റ്റിച്ചായിട്ട് നമുക്കിതിങ്ങനെ പഠിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെറൈറ്റി സ്റ്റിച്ചുകളും വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ നമ്മളെ ഡ്രസ്സിലൊക്കെ തുന്നി പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. എനിക്കിതൊക്കെ അറിയുമെങ്കിലും ഞാൻ വളരെ ദുർലഭം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതെൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതാണ് പഠിക്കാൻ പോണത്. അങ്ങനെ ഓരോ സ്റ്റിച്ച് ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ഫീൽഡാണ് കേട്ടോ സ്റ്റിച്ചിങ് ഫീൽഡ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് കുറച്ച് ശ്വാസം മുട്ടൊക്കെ ഉള്ളത് കൊണ്ട് അത് തുറന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനത് നിർത്തി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, നമ്മുടെ യൂട്യൂബിൽ കൂടി നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാം, നമുക്ക് വരുമാനമാവുമല്ലോ എന്ന്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സ്റ്റിച്ചിങ്ങും നമ്മൾ പല വെറൈറ്റി മോഡൽ സ്റ്റിച്ചിങ് എനിക്കറിയാവുന്ന സ്റ്റിച്ചിങ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ.
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ്. എന്തെങ്കിലും അപാകതകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം അത് നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ചിങ് എന്താ റണ്ണിങ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇലയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ലീഫിൻ്റെ എങ്ങനെയാണ് കെട്ടിടുക എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സൂചി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഈ നൂല് അതിന് മുകളിൽ കൂടെ ഇട്ടിട്ട് രണ്ടായിട്ടുണ്ട് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ കെട്ടിട്ടു കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വരക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് അത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ഫ്ലവറിൻ്റെ ഭംഗി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനായിട്ട് അതിൻ്റെ താഴെ ഒരു ഫ്ലവർ വരയ്ക്കുകയാണ് കേട്ടോ. ഫ്ലവർ വരയ്ക്കുന്നു, ചെറുതായിട്ടൊരു കുഞ്ഞു ഫ്ലവർ വരച്ചു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഇത് വരച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ റൗണ്ടിലും ഒക്കെ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വീഡിയോയിൽ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ സ്റ്റിച്ചായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും കേട്ടോ. ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പം ഞാൻ അതിൻ്റെ ഓരോ ഇതളായിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ഒരു വീഡിയോ ആയിട്ട് എത്താൻ പറ്റുള്ളൂ. പല വെറൈറ്റി സ്റ്റിച്ചിങ്ങുകളും പല വെറൈറ്റി എംബ്രോയ്ഡറികളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ലിങ്കൊക്കെ വിട്ടുകൊടുത്ത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒരു പാഷനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര രസകരമാണ് ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. നമ്മൾ ടൈം പോണതേ അറിയില്ല. നമ്മുടെ കുപ്പായത്തിലും കുട്ടികളുടെ ഉടുപ്പുകളിലൊക്കെ നമുക്കിതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ പലതരം സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് റോസാപ്പൂവ് അതുപോലെ ലീഫ് ഒക്കെ നമുക്ക് നല്ല, പക്ഷേ ഒരിക്കലും നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറിയുടെ പോലെയല്ല കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. മെഷീൻ എംബ്രോയ്ഡറി അത്ര ഒരു ഇതില്ലെങ്കിൽ കൂടി നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് കാണാൻ ഭയങ്കരമായിട്ട് കണ്ണിന് കൗതുകം തോന്നുന്നതും നമുക്ക് പഠിക്കണം എന്ന് എനിക്കൊക്കെ ചെറുപ്പം മുതലേ ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് പഠിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഞാനത് ഏകദേശം കഴിയാറായി ഞങ്ങളുടെ സ്റ്റിച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. മുന്നോട്ട് പോകണമെങ്കിൽ അത് കൂടിയേ തീരൂ. നമുക്ക് ഓരോന്നായിട്ട് നമുക്കതിങ്ങനെ
പഠിച്ചെടുക്കാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു സ്റ്റിച്ചിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെയൊക്കെ മുന്നിലിട്ട. രണ്ടാമതൊരു സ്റ്റിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി. ഇപ്പം ഇതുപോലെ ഉണ്ടാകും കേട്ടോ.